ഹായ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നമ്മളുടെ ആർട്ട് ഓഫ് മെന്റലിസത്തിന്റെ കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഇതിനുവേണ്ടി ആദ്യമായിട്ട് artofmentalism.in എന്നുള്ള നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുക. ഇതാണ് ഡൊമൈൻ. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഈ ഒരു 3 ലൈനിൽ, ഈ മുകളിൽ കാണുന്ന വലതുവശത്ത് കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സസ് എന്ന് പറയുന്ന മെനുവിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കും. ഇപ്പോൾ കോഴ്സസ് എന്ന് പറയുന്ന മെനുവിൽ നിങ്ങൾ കയറി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കോഴ്സുകളുടെയൊക്കെ ഒരു ലിസ്റ്റാണ് ഇവിടെ ആദ്യമായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പം നിങ്ങൾ മെന്റലിസത്തിന്റെ കോഴ്സാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മെന്റലിസത്തിന്റെ കോഴ്സ് ബൈ നൗ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നിലവിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇനി അക്കൗണ്ട് ഇല്ല, നിങ്ങൾ പുതിയൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ രജിസ്റ്റർ ആസ് എ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഒരു യൂസർ നെയിം. ഇപ്പോൾ ഞാനിവിടെ ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു യൂസർ നെയിം, അതുപോലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, സുധീർ കബീർ, ഓക്കെ, gmail.com. പിന്നെ നിങ്ങളുടെ പാസ്വേഡ്, അത്തരം കാര്യങ്ങൾ നിങ്ങളിവിടെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ സെൻഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ പോയതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ലഭിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് മെയിൽ വരാനുണ്ട്. ഒരു ഇമെയിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ വന്നിട്ടുണ്ട്. മുകളിൽ നമുക്ക് കാണുമ്പോൾ അറിയാം മെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മെയിൽ എടുക്കാം. പ്ലീസ് വെരിഫൈ യുവർ ഇമെയിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ മെയിൽ വന്നേക്കുന്നത് കാണാം. അപ്പോൾ ആ ഇമെയിലിൽ വെരിഫൈ യുവർ ഇമെയിൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ഓൾറെഡി വെരിഫൈഡ് സ്റ്റേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയി. താങ്ക് യു, യുവർ ഇമെയിൽ ഹാസ് ബീൻ വെരിഫൈഡ്. ഇപ്പോൾ നമ്മളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ കൊടുത്ത യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓൾറെഡി നമ്മളുടെ ബ്രൗസറിൽ ഈ ഇമെയിലിൻ്റെ വിൻഡോയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ ലോഗിൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു സ്ക്വയറിൽ, ഈ ഒരു 9 ചതുരങ്ങളോളം ഈ ഒരു സ്ക്വയറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ മെനു ഓപ്പൺ ആവും. അതിൽ നിന്ന് നിങ്ങൾ കോഴ്സസ് എടുക്കുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണിത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇതുപോലെ കോഴ്സസ് എന്നുള്ളത് എടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പർച്ചേസ് ചെയ്യേണ്ടത് ആ കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാനും ആ കോഴ്സിൻ്റെ കണ്ടന്റ് കാണാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെന്റലിസം മാസ്റ്റർ കലയിൽ മാസ്റ്ററായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ക്ലാസ്സിൻ്റെ വിശദീകരണങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങളിവിടെ ബൈനോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈനോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീനിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂപ്പൺ കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു കോഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല, ഞാനിത് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഇടുന്ന ഒരു കോഡാണ്. അപ്പോൾ ഇവിടെ ഞാനിതാ ആ ഒരു കോഡ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം 498 50 പൈസ കുറച്ചുകൊണ്ട് ₹2.50 ഞാൻ പേയ്മെന്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു കോഡ് ഞാനിവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭിക്കത്തില്ല, സ്വാഭാവികമായിട്ട് നിങ്ങൾ കോഡ് ഇല്ലാതെ തന്നെ ചെയ്യണം. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് പേയ്മെന്റ് പ്രൊസീജിയർ ഉൾപ്പെടെ എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടും ചെയ്യുന്നത്. അപ്പോൾ പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന റേസർ പേ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി റേസർ പേയിലേക്ക് ഇതിന്റെ പേയ്മെന്റ് കൺഫർമേഷൻ ഓപ്പൺ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പേയ്മെന്റ് കൺഫർമേഷൻ ഓപ്പൺ ആവുകയാണ്. പേ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ പേയുടെ അക്കൗണ്ട് ഓപ്പൺ ആകും. ഇപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ആയിരിക്കുകയാണ്. ഗൂഗിൾ പേയിൽ ഞാൻ പേയ്മെന്റ് ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ ഗൂഗിൾ പേയിൽ ഇപ്പോൾ പേയ്മെന്റ് സ്ക്രീനിൽ പേയ്മെന്റ് ചെയ്തിരിക്കുകയാണ്. പേയ്മെന്റ് ആയി അത് കൺഫേം പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സ്ക്രീൻ നമ്മളുടെ തിരിച്ച് ഇതിലേക്ക് വന്നു. പേയ്മെന്റ് സക്സസ്ഫുൾ. ₹2.50 ഞാനിപ്പോൾ ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീനാണ്. ഇതിപ്പോൾ നമ്മൾ വീണ്ടും റീഡയറക്റ്റ് ആയി നമ്മളുടെ ഈ ഒരു പേജിലേക്ക് വന്നു. താങ്ക് യു ഫോർ യുവർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമെയിലും ലഭ്യമാകും. നമ്മളുടെ ഇമെയിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നമ്മുടെ അക്കൗണ്ട് പേജിലേക്ക് പോയാൽ മതി. നമുക്കവിടെ അക്കൗണ്ട് പേജിൽ നമ്മുടെ കോഴ്സസ്, ഇതാണ് ഈ ഒരു സെക്ഷനിലാണ് കോഴ്സസ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഇവിടെ കോഴ്സസ് കാണാൻ പറ്റും. ബേസിക് മെന്റലിസം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കാണാം. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ പർച്ചേസ് ചെയ്തേക്കുന്നതായിട്ട് കാണാം. അത് സ്റ്റാർട്ട് കോഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസിൽ നമുക്ക് ഈ കോഴ്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കോഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കോഴ്സ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോയിൽ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കാണാം. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമുക്കിവിടെ എല്ലാ കോഴ്സുകളും എല്ലാ ക്ലാസ്സുകളും ബാക്കിയുള്ള ആപ്ലിക്കേഷനുകളും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇപ്പോൾ ഈ ഒരു കോഴ്സ്, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും താഴെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിനുശേഷം മാർക്കസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതായത് അടുത്ത കിസ്സിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റും. ആ കിസ് കംപ്ലീറ്റ് ചെയ്താൽ അതുപോലെ മാർക്കസ് കംപ്ലീറ്റ് കൊടുത്താൽ അടുത്തതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റും. ഇത്തരത്തിലാണ് നമ്മുടെ കോഴ്സ് വർക്ക് ചെയ്യുക.
പിന്നെ നമുക്കിവിടെ ലോഗൗട്ടും ഈ ഒരു മെനുവിൽ ഇവിടെ നമ്മുടെ ഒരു ഐക്കൺ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാൻ പറ്റും. മൈ പ്രൊഫൈലൊക്കെ എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ എഡിറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ 2 രീതിയിലുള്ള ലോഗൗട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലും ഒരു ലോഗൗട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഈ ഒരു സെക്ഷനിലും നമ്മളിവിടെ മൈ അക്കൗണ്ടിൻ്റെ ഉള്ളിലും ലോഗൗട്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗൗട്ട് ആവും. ഇനി ലോഗിൻ ചെയ്യുന്ന യൂസേഴ്സ് സെയിം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു മെനു ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ എല്ലാ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ I am Sudhir Kabir @gmail.com. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനും സാധിക്കും. ലോഗിൻ ചെയ്യുമ്പോഴും ഇതേ ഇന്റർഫേസ് തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ അക്കൗണ്ടിലേക്ക് വന്നു, നേരെ അക്കൗണ്ടിലേക്കാണ് വരിക. അതിൻ്റെ അകത്ത് കോഴ്സസ് എടുക്കാം. കോഴ്സസിൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന കോഴ്സുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു പ്രൊസീഡിങ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.